അപ്പോൾ എന്തായാലും നമ്മളിവിടെ കുറച്ച് നേരം നിർത്തി നമ്മളെല്ലാവരും പോവുകയാണ്. നേരെ ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പ് കൊണ്ട് പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ നിൽക്കുക. കുറച്ച് വെള്ളം എടുക്കണമെന്ന്. അപ്പം നമ്മളതിൽ കുപ്പിയുണ്ട്. കുപ്പി എടുത്ത് പെട്രോൾ പമ്പിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. പിന്നെ ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ കൂടെ ഉണ്ട്. 18 കിലോമീറ്റർ കൂടെ ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക്. അപ്പം നമ്മൾ എല്ലാവരും ഇവിടെ സെറ്റായിട്ടുണ്ട്. അവർ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇനി ഒരു അരമണിക്കൂറിനുള്ളിലെത്തും, അത്രേ ഉള്ളൂ. കുറച്ച് 18 കിലോമീറ്റർ പോലെ. അപ്പോൾ ആ ഒരു സമയത്താണ് അങ്ങോട്ട് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഫോറസ്റ്റ് റൂട്ട് കയറി വന്നായിരുന്നു. ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി അന്വേഷിച്ച് വന്നതാണ്. ചെറുതായിട്ടൊന്ന് വഴി തെറ്റി നമ്മൾ കറക്റ്റ് നമ്മൾ മാപ്പിട്ട് വന്നതായിരുന്നു. പക്ഷേ ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് കയറിയപ്പോൾ മാപ്പിൻ്റെ ഇതങ്ങ് പോയി, റേഞ്ച് കട്ടായപ്പോൾ മാപ്പ് ഇല്ലാതെ ഡൗൺ ആയി. പിന്നെ നമുക്ക് റൂട്ട് തെറ്റിപ്പോയി. ഇപ്പോൾ നമ്മൾ അത് ക്യാൻസൽ ചെയ്തിപ്പോൾ ഈ റോഡ് ഇത് നമ്മൾ അത്യാവശ്യം കുറച്ച് ഫോറസ്റ്റ് ഏരിയ കവർ ചെയ്ത് വന്നതായിരുന്നു. വീഡിയോ കാര്യങ്ങളൊന്നും എടുത്താൻ പറ്റിയില്ലായിരുന്നു. മാറിയില്ല, വീഡിയോ ഉണ്ടെങ്കിൽ ഇട്ടേക്കാം. റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു ഈ റൂട്ട് വന്നത്. എവരിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നാണല്ലോ. അപ്പോൾ നമുക്ക് അത് ക്യാൻസലായെങ്കിലും ഒരു അടിപൊളി നമുക്കൊരു റൈഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. പിന്നെ ഇപ്പോൾ നമ്മൾ നേരെ വാഗമണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വാഗമൺ വഴി പൂഞ്ചിറ അങ്ങനെ നമ്മൾ ഇല്ലിക്ക് കല്ല് പിടിക്കുക എന്നുള്ള പ്ലാനാണ്. അങ്ങനെയാണ് നമ്മളെ പ്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം ഫ്രണ്ടേ പോകുന്നു. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മളിപ്പോൾ എന്തായാലും ഈ റോഡ് നേരെ ചെന്നാൽ വാഗമൺ കയറുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ റോഡ് നേരെ പോകണം. ഇവിടുത്തെ ചെറിയ ആൾക്കാർക്ക് ചോദിച്ച് നോക്കിയപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു നേരെ വാഗമണിലേക്ക് വിടും. ഓക്കെ, പക്ഷെ എന്തായാലും റോഡ് നൈസാണ്. റോഡ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അങ്ങനെ നല്ല ഈ ഹൈവേ പോലത്തെ അല്ല, ഓഫ് റോഡല്ല, ഇതുപോലത്തെ കുഞ്ഞു റോഡ്. ഇതിൽ നിന്നും കുഞ്ഞു റോഡായിരുന്നു. പിന്നെ നമുക്ക് കുറേ ഓഫ് റോഡ് പാറപ്പുറത്തോട് അങ്ങനെയൊക്കെ കവർ ചെയ്ത് അപ്പുറത്ത് വന്നു. റോഡ് നൈസായിരുന്നു, ടാറല്ലായിരുന്നു. നമ്മൾ ഈ കോൺക്രീറ്റ് പോലത്തെ റോഡ്, കല്ല് മണ്ണ് അങ്ങനത്തെ പക്ക ഓഫ് റോഡ്. അത്ര വലിയ ഓഫ് റോഡൊന്നുമല്ല, എങ്കിലും ഒരു ഓഫ് റോഡ് കണക്ക് ആ ഒരു സെറ്റപ്പായിരുന്നു. ഇതേപോലെ ഇത് സെയിം ഏരിയ ആയിരുന്നു. പിന്നെ അവിടെ കുറേ ഇതൊന്നും നേരെ ഇട്ടിട്ട് കോൺക്രീറ്റ് ഒന്നും നേരെ കിടന്നിട്ടില്ലായിരുന്നു. ഇതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ കിടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓഫ് റോഡ് കിട്ടി. പിന്നെ നമുക്ക് ഒരു പാറയിൽ അവിടെ കൂടെ ഒരു ഓഫ് റോഡ്, അങ്ങനെ ചെറിയ ഓഫ് റോഡ് കിട്ടി. എന്തായാലും നമ്മളെ പ്ലാനും കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ നമ്മൾ വാഗമൺ റൂട്ടാണ് പോകുന്നത്. വാഗമൺ റൂട്ട് നമ്മൾ തിരിച്ച് വന്ന റൂട്ട് തന്നെയാണ്. വന്ന റൂട്ട് നേരെ വാഗമൺ വഴി നേരെ നമ്മൾ ഇല്ലിക്കൽ കല്ല്, ഇലവഴ, പൂഞ്ചിറ അവിടെ പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. എന്തായാലും ഇല്ലിക്കൽ കല്ലിൻ്റെ അടുത്ത് ചെറിയൊരു വാട്ടർഫാൾസും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് പോകാമെന്നുള്ള പ്ലാനുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ നേരെ ആദ്യം ഇല്ലിക്കൽ കല്ലാണ് പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഇപ്പോൾ ഏകദേശം നമ്മൾ പോകുന്ന സമയം ഒരു 12 മണി ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ വാഗമൺ എത്തിയതിന് ശേഷം ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷം പോകാനുള്ള പ്ലാനാണ്. എന്തായാലും നമ്മൾ നേരെ ആദ്യം ഇല്ലിക്കൽ കല്ലിൽ നിന്ന് അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 4 മണി 5 മണി സമയമാകുമ്പോൾ അവിടെ എത്തും. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. എന്തായാലും അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാം. ഓക്കെ, ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ വാഗമൺ എത്തി കേട്ടോ. അപ്പം ഇപ്പോൾ കറക്റ്റ് വാഗമണാണ് നിൽക്കുന്നത്. ഇനി നമ്മളിവിടെ നിന്ന് ഒരു ഹോട്ടൽ കണ്ട് നമ്മൾ കുറേ ഹോട്ടൽ അന്വേഷിച്ചു കേട്ടോ. ഇവിടെ വാഗമൺ എത്തിയതിനു ശേഷം കുറേ ഹോട്ടൽ അന്വേഷിച്ചു. പക്ഷേ നമ്മളിപ്പോൾ എത്തിയപ്പോൾ തന്നെ 2 മണി അടുപ്പിച്ചായി. ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ എന്തായാലും നമ്മൾ നോക്കി ഇപ്പോൾ എന്തായാലും കറക്റ്റ് വാഗമൺ ജംഗ്ഷനിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മളവിടെ കയറിയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിച്ചിട്ട് വാഗമണിൽ നിന്ന് നമ്മൾ നേരെ ഇല്ലിക്കൽ കല്ല് പിടിക്കാനുള്ള പ്ലാനാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാവരും സെറ്റാണ്. നമ്മളിനി നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക് പോവുകയാണ്. അവർ എന്തായാലും ഫ്രണ്ടേ പോയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നു. അഫ്സൽ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് പോവാം. നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് ഇനി ഏകദേശം കുറച്ച് ദൂരം ഉണ്ട്. ഒരു 2 മണിക്കൂർ വേണ്ട, അതിന് മുമ്പ് 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്തായാലും എത്തും. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയൊരു തൂക്കുപാലം സംഭവം കൊണ്ട് തൂക്കുപാലം തന്നെയാണ്.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കയറുക. സംഭവം കൊള്ളാം. കിളിയിൽ പോവാം. ഇവിടെ സംഭവം കുളിക്കാനുള്ള സംഭവം ഉണ്ട്. എന്നാൽ നമ്മൾ വേറൊരു വെള്ളച്ചാട്ടം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉള്ള സ്ഥിതിക്ക് എടാ ഇവിടെ ഇറങ്ങണോ? അതാ നീ പറഞ്ഞ അവിടെ പോന്ന ഇവിടെ വേണേ ഇറങ്ങാം. നീ പറഞ്ഞ അവിടെ പോയി തിരിച്ചു വരണ വഴിക്ക് ഇറങ്ങാം. നീ പറഞ്ഞ അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ വരാം. ഓക്കെ, നമ്മളെന്തായാലും അവിടെ പോയി നോക്കുക. അവിടെ പോയി നോക്കിയിട്ട് അവിടെ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരും. എന്തായാലും ഒരു കുളി വേണം, അത് മുഖ്യമാണല്ലോ. നമ്മളിങ്ങനെ ഗ്യാങ്ങായിട്ട് ഒരു ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും ഒരു കുളി മുഖ്യമാണല്ലോ. അതും നമ്മളിതുപോലത്തെ ഒരു 6 പുഴയിലെ എവിടെയെങ്കിലുമൊക്കെ നമ്മളെല്ലാവരും സെറ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ആ ഒരു ഭാഗത്താണ് ഇല്ലിക്കൽ കല്ല് വരുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ചെറിയ പോലെ. യെസ്. ഓക്കെ, നമ്മളെന്തായാലും നമുക്കൊന്ന് അതുവരെ പോയിട്ട് വരാം. ഇവിടെ നിന്ന് അപ്പുറത്ത് പോകുമ്പോൾ അപ്പുറത്ത് വീടാണല്ലേ. വേണ്ട, ഇനി അങ്ങോട്ട് പോയി അടികൾ കിട്ടും. നമുക്കപ്പോൾ തിരിച്ച് തന്നെ പോവാം. ഒന്നാതെ അറിഞ്ഞുകൂടാത്ത സ്ഥലവും കൂടെയാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് പോയി നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇല്ലിക്ക് കൊല്ലിക്ക് പോകും. ആ ഒരു ഭാഗത്ത് എവിടെയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ എന്തോ ഉള്ളൂ. എന്തായാലും നമുക്കിനി ഒരുമിച്ച് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇല്ലിക്കൊക്കെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇല്ലിക്ക് കല്ലിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല തേരിയുണ്ട്. വണ്ടി സെക്കൻഡ് ഗിയറിലാണ് കയറുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നല്ല തേരിയുണ്ട്. തേർഡ് ഗിയർ ഇടാൻ പറ്റുന്നില്ല, ബസ്സിങ് അടിക്കുന്നത്. അപ്പോൾ കല്ലിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഫ്രണ്ടേ പോയിട്ടുണ്ട്. നമ്മൾ പുറകെ അങ്ങനെ പോകും. അജി കുറച്ച് മുമ്പ് അങ്ങോട്ട് വരുള്ളൂ. ബാക്കിയുള്ള അവന്മാരൊക്കെ ആദ്യമേ പോയി. അതായത് ഇപ്പോൾ നമ്മൾ പുറകെ പോകുന്നുണ്ട്. ഇല്ലിക്ക് കല്ലെത്താൻ ഒരു 15 മിനിറ്റ് കൂടെ ഉള്ളൂ. കണ്ടോ കുട്ടി കളിക്കുന്നത് സെക്കൻഡിലാണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു ധൈര്യമുണ്ട്. അജിത തന്നെ വെയിറ്റ് ചെയ്ത് വിളിക്കാം. പോവാം. അതായത് നമ്മളെത്താറായി. കുറച്ച് കൂടെ ഉള്ളൂ. കുറച്ച് കൂടെ എത്തുമ്പോൾ ഇല്ലെങ്കിൽ വല്ലത്തും. ഞാൻ ഫോണിപ്പോൾ ചാർജും തീർന്നു. അതാണ് ഞാൻ ഇപ്പം കൂടുതൽ റണ്ണിങ് ഷോട്ടും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഫോൺ ചാർജ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു പവർ ബാങ്ക് ഉണ്ടായിരുന്നല്ലോ, ആ പവർ ബാങ്കിൻ്റെ ചാർജ് ചെയ്തിരുന്നു. ഈ ദിവസം നമ്മൾ കഴിക്കാൻ നേരത്ത് ഒരു കടയിൽ കയറി പവർ ബാങ്കിൻ്റെ ചാർജൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചാർജൊക്കെ കയറ്റിയത്. ഇപ്പോൾ ആ പവർ ബാങ്കിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ പവർ ബാങ്കിൻ്റെ ഇതിലാണ്. കയറി കയറണം സെക്കൻഡ്. ഇതുപോലെ ചുറ്റി മുകളിലെത്തും. ഒരു 15 മിനിറ്റും കൂടെ. നമ്മൾ മറ്റൊരു ഇടുക്കി വൈൽഡ് ലൈഫ് സെഞ്ചുറി ക്യാൻസൽ ചെയ്തു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വഴി തെറ്റി നേരെ ഒരു ഫോറസ്റ്റ് റൂട്ട് ഓഫ് റോഡൊക്കെ പിടിച്ച് അങ്ങനെ പോയപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡ് നമ്മളിപ്പോൾ പോകുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ഒരു 3 മണി സമയമായി. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, വെയിലായിരിക്കും, നല്ല വെയിലായിരിക്കും. വ്യൂ കാര്യങ്ങളൊന്നും കിട്ടില്ല. പാമ്പ് അജയ് പാമ്പ്. നേരത്തെ ഒരു ഉടുമ്പിനെ കണ്ടു. ഇവിടെ കുറേ എഴുതുക്കളുണ്ട് കേട്ടോ. നേരത്തെ അജിയുടെ വണ്ടിയുടെ അടിയിലോട്ട് ഒരു ഉടുമ്പ് കയറും. സെക്കൻഡിലേക്ക് കയറണോ? തേർഡ് പോണില്ല. എൻ്റെ ഒച്ച വരുന്നുണ്ട്. അജിയുടെ വണ്ടിയും തേർഡ് മാക്സിമം കയറുന്നുള്ളൂ. അതിൻ്റെ ഒച്ച മാറി തുടങ്ങിയിട്ടുണ്ട്. തേർഡ് പോണില്ല, തേർഡ് പോവില്ല. സെക്കൻഡിൽ തന്നെ നല്ല ധൈര്യമുണ്ട്, തണുപ്പുണ്ട്. മുകളിലോട്ടൊക്കെ ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ വെയിലാണ് അടിക്കുന്നത്. മുകളിലോട്ട് എത്തുമ്പോൾ നോക്കാം, ഇവിടെ തണുപ്പുണ്ട്, വെയിലില്ല, കുടയില്ല, പക്ഷെ തണുപ്പുണ്ട്. അത് ഈ കാടിൻ്റെയും മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ അതിൻ്റെ തണുപ്പുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും എത്താറായി.
എന്തായാലും ഈ കുത്തുതേരി കൊണ്ടാണ് നമ്മൾ രണ്ടൊരു വണ്ടി നിർത്തിയിരിക്കുന്നത്. അവൻ്റെ വണ്ടി ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ കയറുന്നുള്ളൂ, നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കയറുന്നില്ല. ഇനി ഫസ്റ്റ് ഇട്ട് അങ്ങനെ കയറ്റണം. നല്ല ഹീറ്റിംഗ് അടിക്കുന്നുണ്ട് വണ്ടി, നല്ല ഹീറ്റ്. എൻ്റെ ടാങ്ക് ഹീറ്റായി തുടങ്ങി. ഹൈയസ്റ്റ് മോട്ടോറബിൾ റോഡ് ഇൻ കേരള. പോവാം. ഇതാണ് ഹൈയസ്റ്റ് മോട്ടോറബിൾ റോഡ് ഇൻ കേരള. അതാണ് ഗൈസ് ഹൈയസ്റ്റ് മോട്ടോറബിൾ റോഡ് ഇൻ കേരള. 8000 അടി എത്ര കണ്ടോ ഉയർച്ച. അപ്പം നമ്മൾ ആ ഒരു ഹൈയസ്റ്റ് മോട്ടോറബിൾ പാസ് ഇൻ കേരള അത് നമ്മൾ കടത്തിയിരിക്കുന്നു ഗൈസ്. അത് നമ്മളെ 220 ഉണ്ട്. ഈ തേര് സെക്കൻഡ് കയറില്ലേ നോക്കാം. സെക്കൻഡ് കയറുന്നുണ്ട്, തേർഡ് കയറില്ല. എന്തായാലും എത്തിയിട്ടുണ്ട് അവന്മാർ അവിടെ. നമ്മളിപ്പോൾ നേരെ ഇല്ലിക്കക്കല്ല്, ഇതിപ്പോൾ കറക്റ്റ് ഇല്ലിക്കക്കല്ല് എത്തി. നമ്മൾ അവിടെ ആ റോഡ് മുകളിലോട്ടാണ് ഇല്ലിക്കക്കല്ല്. അവന്മാരെന്തോ താഴോട്ട് പോയിരിക്കും എന്തോ. എന്നിട്ട് ആ വാട്ടർഫാൾസിൻ്റെ പേര് കട്ടിക്കാനോ അല്ലേ? കട്ടിക്കാനം വാട്ടർഫാൾസാണ്. നേരെയാണെന്ന് തോന്നുന്നു. നമുക്ക് നേരെ പോവാം, നേരെ പോയി നോക്കാം. ഇവിടെ ബ്ലോക്ക് ആക്കണ്ട. അവരെന്തോ നേരെ കട്ടിക്കാനം വാട്ടർഫാൾസിൻ്റെ അവിടെ എവിടെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. തണുപ്പുണ്ട് പക്ഷേ വെയിലുണ്ട്, വെയിലിൻ്റെ ചൂടുമുണ്ട്, തണുപ്പുണ്ട്. പക്ഷെ നമ്മൾ വാഗമൺ വെച്ച് വെയിലിൻ്റെ ചൂടില്ലേ, തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വെയിലിൻ്റെ ചൂടുണ്ട്, തണുപ്പുണ്ട്, രണ്ടും കൂടെ മിക്സ് ആയി. എന്തായാലും അജി പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മളിപ്പോൾ കുട്ടിക്കാനല്ല സോറി കട്ടിക്കാനം വാട്ടർഫാൾസിൽ പോയിട്ട് തിരിച്ചു വരുമ്പം നമുക്ക് ഇല്ലിക്കക്കല്ല് കയറാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അവിടെ കോട ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ സമയത്ത് വെയിലായിരിക്കും, കോട കാണില്ല. ആ സമയത്ത് കോട ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് കോടയല്ലേ മുഖ്യം, കോട കിട്ടിയാൽ മതിയായിരുന്നു. കോട ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബാണ്. വെൽക്കം ടു ഇല്ലിക്കൽ കല്ല്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇല്ലിക്കൽ പാർക്കിംഗ് ഏരിയ. അഫ്സലൊക്കെ വരുന്നേ ഉള്ളൂ. നന്ദു വന്നിട്ടുണ്ട്, NS വന്നിട്ടുണ്ട്, ബാക്കി അജി, ശ്രീകുമാർ, നമ്മൾ ആദ്യം വന്നിട്ടുണ്ട്, അഫ്സലത വന്ന്, എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക് മുകളിൽ കാണുന്ന അവിടെ നിന്ന് നമുക്ക് പോകുന്നത്. വണ്ടി കയറ്റില്ല, നടന്ന് വേണം പോകുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ മാറി കേട്ടോ. ഇവിടുന്ന് നമ്മൾ ചെറിയൊരു താഴെ ഒരു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് എല്ലാവരും ഫോൺ ചാർജ് ചെയ്യുന്നു, പവർ ബാങ്കിൻ്റെ ചാർജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആകുന്നുണ്ട്. പവർ ബാങ്ക് ചാർജ് ചെയ്തു, നമ്മളൊരു കടയിൽ കൊടുത്ത് ചാർജ് കയറ്റി ഇപ്പോൾ നമ്മൾ ഫോണിൽ ചാർജ് ചെയ്ത് വെക്കുക. എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ ഇതും ഫ്ലോപ്പായിട്ടുണ്ട്. നമ്മളെത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. 5:45 ആയുള്ളൂ. പക്ഷേ 6 മണി വരെ പ്രവർത്തന സമയമുണ്ട്. എന്നാലും അത് നമുക്ക് കിട്ടില്ല, അവർ ഓപ്പൺ ചെയ്യുന്നില്ല. കാരണം 6 മണിക്കൂടെ ഗേറ്റ് അടയ്ക്കും, പിന്നെ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവർ അതും ക്യാൻസൽ ചെയ്ത് നമ്മളിപ്പോൾ തിരിച്ച് ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു മലയുണ്ട്, എന്തോ പൂഞ്ചിറ എന്ന് പറയുന്നത്. അവർക്കറിയാം, അജിക്കറിയാം. അങ്ങോട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പാസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ പോയി വരാൻ വിചാരിച്ച്. ഇവിടുത്തെ ഒരു വ്യൂ ആണ് കേസ്. കാരണം ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്നത് മുകളിൽ അങ്ങറ്റം കാണുന്ന ഒരു കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇല്ലിക്കൽ കല്ല് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒന്നീ ജീപ്പ് ഉണ്ടോ അല്ലെങ്കിൽ നടന്ന് അങ്ങനെ കറങ്ങി അങ്ങ് മുകളിൽ അങ്ങറ്റം വരെ പോകണം. ഇവിടെ അല്ല, ഇവിടെ വരും. ആ ഒരു പോയിന്റിലാണ് നമുക്ക് പോകാനുള്ളത്. അതാണ് ഇല്ലിക്കൽ കല്ല്. എന്തായാലും നമുക്ക് വേറൊരു ദിവസം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്, വേറൊരു ദിവസം രാവിലെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇല്ലിക്കൽ കല്ല് ഈ ഒരു സൈഡും പിന്നെ ഇല്ലിക്കൽ ബാക്ക് സൈഡും കൂടെ കവർ ചെയ്യുന്ന രീതിക്ക് ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ പ്ലാനാണ്. അപ്പോൾ ഇന്നത്തെ 2 പ്ലാന് ഫ്ലോപ്പായി. പക്ഷേ വൈബിനൊരു കുറവില്ല. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് പിന്നെ വൈബിനൊരു കുറവില്ല. ഇത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുളിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന്. പക്ഷെ അതൊന്നും നമുക്ക് നേരെ കിട്ടിയില്ല, ഫോണിൽ എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരുടെ ഫോണും ചാർജും തീർന്നു. നേരത്തെ പറഞ്ഞ ചാർജും കാര്യങ്ങളെല്ലാം തീർന്ന് നമുക്ക് നേരെ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മളിപ്പോൾ നേരെ പൂഞ്ചിറ മലയിലേക്ക് പോകുന്നു. എന്തായാലും പോണ വഴി കാണാം. അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ലെന്നുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തു. ഈ ഒരു ഭാഗത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് ഇല്ലിക്കൽ കല്ല് വരുന്നത്. ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്ത് നമ്മളിതാ തിരിച്ചു വന്ന റൂട്ടല്ല, വേറെ റൂട്ടാണ് തിരിച്ചു പോകുന്നത്. ഇത്രയൊക്കെ ഉള്ളത്. നമ്മുടെ ട്രിപ്പ് എന്തായാലും തീർന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഈ ഒരു പൂഞ്ചിറ മലഭാഗം കൂടെ കഴിഞ്ഞ് നമ്മുടെ ട്രിപ്പ് എന്തായാലും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണാം. അതായത് നമ്മൾ 5 പേരും ഒരേ വൈബിൽ നമ്മളെല്ലാം അടിച്ച് പൊളിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഏലപ്പാറ റൂട്ടെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് വന്നു.
നല്ല നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഏലപ്പാറന്ന് നമ്മൾ ഈരാറ്റുപേട്ടായി വാഗമൺ പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വാഗമൺ തിരിയണതിന് മുമ്പ് നമ്മൾ വൈൽഡ് ലൈഫ് സെഞ്ചുറി നോക്കി പോയി. നമുക്ക് വഴി തെറ്റി നമ്മൾ അവിടെ നിന്ന് എന്താ ഇവിടെ പോയി എങ്ങോട്ടാ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ, ഒരു ഫോറസ്റ്റ് ഏരിയ അങ്ങോട്ടൊക്കെ പോയി നമ്മൾ പോയിരുന്നു. വഴി മാറി, ഞാൻ പറഞ്ഞില്ലേ അവരെന്തായാലും ഇവിടെ കാണുമെന്ന്. അപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ കയറി ഒരു ചെറിയ ഓഫ് റോഡും കാര്യങ്ങളും. പക്ഷേ അപ്പോഴും വീഡിയോ എടുക്കില്ല. നമ്മൾ ഈ ഫോണിലെടുക്കണമെന്ന്, ഫോണിൽ നമ്മൾ വീഡിയോ ഈ യൂട്യൂബിലെ വീഡിയോ മാത്രമല്ല, എന്തായാലും അവർ റീൽസും കാര്യങ്ങളും ഫോട്ടോയും അതും ഇതും എല്ലാം എടുത്ത് നമ്മൾ എല്ലാവരും ഫോണിൽ ചാർജിങ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫോണിൽ എടുക്കാനൊന്നും പറ്റിയില്ല. നേരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സിപ്പ് ലൈനിൻ്റെ കാര്യം തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഈ ഒരു പ്ലാനിലേ ഇല്ലായിരുന്നു. ആ സിപ്പ് ലൈൻ നമ്മളെ പ്ലാനിലേ ഇല്ലായിരുന്നു. അത് പെട്ടെന്ന് കയറി വന്നതായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഈ ഫോറസ്റ്റ്, ഒരു ഓഫ് റോഡ് ഫോറസ്റ്റ് ഏരിയ ഇതുപോലെയല്ല. ഞാൻ നേരത്തെ വീഡിയോ കൊടുത്തിരിക്കുന്ന ആ ഒരു കുഞ്ഞു വഴി, ഈ വെള്ള ലൈനിൻ്റെ രണ്ടിൻ്റെ ഈ ഒരു കുഞ്ഞു വഴി, നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് പോലെ, അത് സെറ്റായിരുന്നു. തൂക്കുപാലം അത് നമ്മളെ ഇതിലില്ലായിരുന്നു. അത് ഇല്ലിക്കൽ കല്ല് പോണ റൂട്ടിൽ വന്നതായിരുന്നു. അത് പെട്ടെന്ന് കണ്ട് നമ്മൾ കയറി. എന്തായാലും നമ്മൾ ഈ സെറ്റാക്കുന്നതായിരിക്കും. ഇനി നേരെ പൂഞ്ചിറ മലയിലേക്ക്. ഓക്കെ, അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മളപ്പോൾ പൂഞ്ചിറ അല്ലാടാ, എന്താ ഹിലവിഴ പൂഞ്ചിറ. ആ ഒരു നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, ആ മല പ്രദേശം. നമ്മൾ വണ്ടി അങ്ങ് താഴെ വെച്ചേക്കുക. അവിടെ നിന്ന് ഇതുപോലത്തെ ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അടിച്ച് വണ്ടി അവിടെ താഴെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് ജീപ്പ് മാത്രമേ കടത്തിവിടുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും നമ്മൾ വണ്ടി താഴെ വെച്ചിട്ട് ഞാനും അജി മാത്രമേ കിടക്കാറുന്നുള്ളൂ. അനന്തും അഫ്സലും അവരിപ്പോൾ വരുന്നേ ഉള്ളൂ, പുറകെ വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ ശ്രീകുമാർ താഴെയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങോട്ട് കയറുന്നുണ്ട്. എന്തായാലും ഇത് തന്നെ ടോപ്പ്. നമ്മൾ രാത്രി കണ്ട അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളും ഇല്ല, എന്തായാലും കാണാം. ഇത് തന്നെ ടോപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് നമ്മളെ പഴയ ഒന്നും കണ്ടുകൂടല്ലോ. ഈ ഒരു വ്യൂ കാണിച്ചു തരാൻ നമ്മളെ സിറ്റി വ്യൂ ആണ് കാണുന്നത്. ഇത് കറക്റ്റ് ടോപ്പാണ്. ഇത് നമ്മളെ വയർലെസ് ടവർ എന്തോ. ഇവിടെ ഇത് പോലീസ് സ്റ്റേഷനുണ്ട്. കറക്റ്റായി കാണുന്നില്ല, എന്നാലും നല്ല ഇരുട്ടായി. എന്തായാലും അഫ്സലും അനന്ത് താഴെ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ കയറി വരും. ഇപ്പോൾ അജിത് അവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഇത് ആലപ്പുഴ, കോട്ടയം, അങ്ങനെ കറക്റ്റ് അറിയില്ല. പറഞ്ഞാൽ അറിയുന്നുള്ളവർക്ക് ഇവിടെ ആരൊക്കെ അറിയാം. കറക്റ്റ് 4 ജില്ലകൾ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ടോപ്പ് പോയിന്റ് നിൽക്കുകയാണ്. കുറച്ച് കോടയും കാര്യങ്ങളുണ്ട്, തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ട്രിപ്പും കാര്യങ്ങളെല്ലാം ഇതോടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.